ഞാൻ സാറിൻ്റെ അടുത്ത് വരാൻ കാരണം അസുഖമായതുകൊണ്ട് 10 പൈസ ആരും എനിക്ക് തരത്തില്ല. അത് കിഡ്നിക്ക് കംപ്ലൈന്റ് ആയതുകൊണ്ട് കാരണം തിരിച്ചു കിട്ടിയാലും നിങ്ങൾ കാരണം പണി ചെയ്യാൻ പറ്റുമല്ലോ. അപ്പനും അമ്മയും സത്യം പറഞ്ഞാൽ ജീവനോടെ ഉണ്ട്. അവരാരെങ്കിലും ഒരാൾ കിഡ്നി തരുമായിരുന്നു എൻ്റെ കാര്യങ്ങൾ നേരെ. പക്ഷേ അപ്പൻ ചെറുപ്പത്തിൽ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയതാണ്. അമ്മയ്ക്ക് ഞങ്ങളോട് വലിയ താല്പര്യം. ഞാൻ എൻ്റെ പെങ്ങൾ ഓർഫണേജ് നിന്നാണ് വളർന്നത് ചെറുപ്പം മുതൽ. മുമ്പേ പറഞ്ഞില്ല 4 പേരുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കാൻ കൈ നീട്ടുന്ന വിഷമമുണ്ടെന്ന്. ഒരിക്കലും അത് പാടില്ല. അച്ഛനുള്ളപ്പം പാടില്ല. ഇനി ആ ഒരു അവസ്ഥയും വരാതെ നിൽക്കണം. അതിന് നമുക്കൊരു വരുമാന മാർഗ്ഗമാണ്. ഇവനെ വേണം അല്ലേ? ഇവനെ നമുക്ക് ഇറക്കണം. ഓക്കെ, അച്ഛനുണ്ട്. അച്ഛൻ അത് ചെയ്തിരിക്കും. എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നേരത്തെ കിടന്ന രൂപമാണോ ഇപ്പൊ? അല്ലല്ലോ, പെർഫെക്റ്റ് ആയില്ലേ? അപ്പൊ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച സന്തോഷം ഉണ്ടെങ്കിൽ എന്തിനാണോ കൈ കൂപ്പുന്നേ? എന്തിനാ കൈ ഇനി എപ്പോഴാ ഡയാലിസിസ്? വൈകുന്നേരം 5. അപ്പൊ അത് മാറ്റി വെച്ചു അല്ലേ വൈകുന്നേരത്തേക്ക്? നമുക്ക് ഏതായാലും തന്നെ വീടിൻ്റെ അങ്ങോട്ട് പോവാം കേട്ടോ. ഇവിടുത്തെ തന്നെ പോവാം. ബാ. കോട്ടയം മെഡിക്കൽ കോളേജാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നമ്മളിപ്പം വന്നത്. ഇയാളുടെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് തീർത്തിട്ടേ നമ്മൾ പോവുള്ളൂ. കാരണം 31 വയസ്സേ ഉള്ളൂ ആൾക്ക്. ഡയാലിസിസ് ആണ്. ആഴ്ച 3 ഡയാലിസിസോളം ചെയ്യുവാണ്. എന്താ പരിപാടി ചെയ്യുന്നത്? എന്താ ഇപ്പം? ഓട്ടോ ഓടിക്കുവാണോ? എവിടെ? മെഡിക്കൽ കോളേജിൽ തന്നെ. ഓക്കെ. ഇപ്പൊ എന്ത് പറ്റി? പിന്നെ ഓട്ടോയ്ക്ക് എന്ത് പറ്റി? ഓക്കെ. 1 മാസമായിട്ട് വണ്ടി കയറി കിടക്കുക. വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി എങ്കിലും ഓടിച്ചല്ലേ? ഡയാലിസിസിനുള്ള വരുമാനം എങ്കിലും ഡയാലിസിസ് ചെയ്യാനുള്ള ഫുഡിന് വേണ്ടി മറ്റുള്ളവർ ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പല വഴിക്കാണെന്ന് ഓടിക്കൊണ്ടിരുന്നത്. അവസാനം ഒരു മാർഗ്ഗമില്ല വന്നപ്പോഴാണ് അഡ്വാൻസ് ഗോൾഡിന്റെ അവിടെ വന്നത്. അത് എഴുതി ഇട്ടു. ഇതാണ് വണ്ടി അല്ലേ? ഇത് ഈ അവസ്ഥയാണ് അല്ലേ? ഇതിന് ചെയ്ത് തീർക്കണമെങ്കിൽ എത്ര രൂപ വരും നമുക്ക്? ഇൻഷുറൻസ് ടാക്സ് എല്ലാം കൂടി 53 രൂപ. ഞാൻ 20,000 രൂപ കടം വാങ്ങിച്ചിട്ടാണ് ഇത്. 20,000 രൂപ 53,000 രൂപയോളം വരും. ഇത് എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ സാറിൻ്റെ അടുത്ത് വരാൻ കാരണം അസുഖമായതുകൊണ്ട് 10 പൈസ ആരും എനിക്ക് തരത്തില്ല. അത് കിഡ്നിക്ക് കംപ്ലൈന്റ് ആയതുകൊണ്ട് കാരണം തിരിച്ചു കിട്ടിയാലും നിങ്ങൾ കാരണം പണി ചെയ്യാൻ പറ്റുമല്ലോ. അപ്പനും അമ്മയും സത്യം പറഞ്ഞാൽ ജീവനോടെ ഉണ്ട്. അവരാരെങ്കിലും ഒരാൾ കിഡ്നി തരുമായിരുന്നു എൻ്റെ കാര്യങ്ങൾ നേരെ. പക്ഷേ അപ്പൻ ചെറുപ്പത്തിൽ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയതാണ്. അമ്മയ്ക്ക് ഞങ്ങളോട് വലിയ താല്പര്യം. ഞാൻ എൻ്റെ പെങ്ങൾ ഓർഫണേജ് നിന്നാണ് വളർന്നത് ചെറുപ്പം മുതൽ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം തീരെ ബുദ്ധിമുട്ടായതിൻ്റെ പേരിലാണ് ഞാൻ ഒരു നിർവാഹമില്ലാതെ വന്നപ്പോൾ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. മുമ്പേ പറഞ്ഞില്ല 4 പേരുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കാൻ കൈ നീട്ടുന്ന വിഷമമുണ്ടെന്ന്. ഒരിക്കലും അത് പാടില്ല. അച്ഛനുള്ളപ്പം പാടില്ല. ഇനി ആ ഒരു അവസ്ഥയും വരാതെ നിൽക്കണം. അതിന് നമുക്കൊരു വരുമാന മാർഗ്ഗമാണ്. ഇവനെ വേണം അല്ലേ? ഇവനെ നമുക്ക് ഇറക്കണം. ഓക്കെ, അച്ഛനുണ്ട്. അച്ഛൻ അത് ചെയ്തിരിക്കും. ഇതാണോ വീട്?